പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്തൃ തിരുസന്നിധിയിലാണ് നമ്മളുള്ളതെന്ന് ആ ഓർമ്മ മനസ്സിൽ സൂക്ഷിക്കണം. കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് ദൈവം ഈ പ്രയാസത്തിൻ്റെ കാലത്ത് ദൈവം നിങ്ങളെ പ്രത്യേകം വിളിച്ചതാണെന്നും എപ്പോഴും ഓർക്കണം. രണ്ട് കാര്യം ഓർക്കണം. ഒന്ന്, കർത്താവിൻ്റെ തിരുസന്നിധിയിലാണ് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നത്. അത് ദൈവം എന്നെ പ്രത്യേകം ഈ അഴിഞ്ഞ കാലത്ത് എന്നെ വിളിച്ചതാണ്. അപ്പം ദൈവം വിളിച്ചതാണ് എങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ സമാശ്വാസം ഏറ്റവും അടുത്തെത്തിയിരിക്കുന്ന ഒരു കാലമാണ്. അതിൻ്റെ ന്യായീകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെക്കാളും പ്രയാസമുള്ള ലക്ഷങ്ങൾ പുറത്തുണ്ട്. അവർക്ക് കർത്തൃസന്നിധിയിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. അവരെക്കാൾ അല്പം കൂടി പ്രയാസം കുറഞ്ഞ നിന്നെ കർത്താവ് വിളിച്ചെന്ന് പറയുമ്പോൾ അതൊരു തിരഞ്ഞെടുപ്പാണ്. ബൈബിള് തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് വളരെ ആഴമായി ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് വിളിയോട് ചേർത്ത് വെച്ചുകൊണ്ടാണ്. ദൈവം നേരിട്ട് വന്നിങ്ങനെ കൈകാട്ടി വിളിക്കത്തില്ലെന്ന് നമുക്കറിയാം. പക്ഷെ ദൈവം വിളിക്കുമെന്ന് നമുക്കറിയാം. ദൈവം വിളിക്കുന്നത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയണത് നമ്മൾ ദൈവദർശനം വരുന്നത് വേദനയുടെ അടിസ്ഥാനത്തിലാണ്. ക്ലേശത്തിൻ്റെ, രോഗത്തിൻ്റെ, കടങ്ങളുടെ, പീഡകളുടെ, ഞെരുക്കത്തിൻ്റെ, ഇല്ലായ്മകളുടെയൊക്കെ ഒരു അടിസ്ഥാനത്തിലാണ്. അപ്പോൾ വേദന പലപ്പോഴും വിളിയായിട്ട് മാറാറുണ്ട്. വേദന തന്നെയാണ് വിളി. വേറൊരു വിളിയില്ല. നിനക്ക് എന്തെങ്കിലും തരത്തിലുള്ള വേദനയുണ്ടോ, അത് ദൈവവിളിയായിട്ട് നീ തിരിച്ചറിയണം. എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഈശോ അധ്വാനിക്കുന്നവനെ, ഭാരം വഹിക്കുന്നവനെ നിങ്ങൾ എൻ്റെ അടുത്ത് വരിക എന്ന് ഈശോ വിളിച്ചിട്ടുണ്ട്. എന്തിനാണ് വിളിച്ചിരിക്കുന്നത് എന്ന് അവിടെ ആ വചനത്തിൽ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതാണ് എല്ലാ ദൈവവിളികളുടെയും ഒരടിസ്ഥാനപരമായ ലക്ഷ്യം ആശ്വാസമാണ്. വിശുദ്ധ മത്തായി ശ്ലീഹാ സുവിശേഷം 11, 28, 29 വചനങ്ങൾ. ശ്രുതികട ഹല്ലേലൂയ. ഭാരങ്ങൾ ഏറ്റെടുക്കുവാൻ അങ്ങ് വിളിച്ചത് വലിയ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വചനം കേൾക്കാം. മത്തായി 11, 28, 29 തിരുവചനങ്ങൾ. അധ്വാനിക്കുന്നവരും അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പം ആശ്വാസമാണ്. ഈ ആശ്വാസങ്ങൾ ബൈബിൾ നമ്മൾ പ്രാപിക്കുന്നത് അടയാളങ്ങളിലൂടെയാണ്. അടയാളങ്ങൾ എന്ത് തന്നെയായാലും അതൊരു ആശ്വാസം നൽകുന്നതായിരിക്കണം. ഗുരുതരമായ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ആശ്വാസം നൽകുന്ന, അതായത് കൃപാസനം കാശീർവത്തിൽ നിന്ന് തേനൊഴുകാൻ തുടങ്ങിയെന്ന് പറയുന്നതിൻ്റെ അകത്തൊക്കെ വലിയ ആശ്വാസങ്ങളൊന്നുമില്ല. അത്തരം ആശ്വാസങ്ങളിലേക്ക് ഒരു പക്വതയാർന്ന വിശ്വാസി പോകുന്നത് ശരിയാണെന്ന്
ഞാൻ കരുതണില്ല. കാര്യം വെച്ചാൽ അടയാളങ്ങൾ അത് അങ്ങനെയൊക്കെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ആ കാലമെല്ലാം കഴിഞ്ഞു. നമ്മൾ പക്വതയിലേക്ക് വളരുന്നത്. പക്വതയെ പത്രോസിൻ്റെ ഏറ്റവും വലിയ ലേഖനങ്ങളുടെ ഒരു കാഴ്ചപ്പാട് ആധ്യാത്മികത പക്വതയാണ്. ബാല്യപാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് റീഡിറ്റ്. ഹെബ്രായർ 6:1 തിരുവചനം. ഹെബ്രായ ലേഖനം 6:1 പറഞ്ഞോളൂ. അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. അപ്പൊ പക്വതയാർന്ന ഒരു സാക്ഷ്യമാണ് ഉടമ്പടി സാക്ഷികളിൽ നിന്ന് വരേണ്ടത്, സാക്ഷ്യം ലഭിക്കേണ്ടത്. കാരണം ഉടമ്പടി ഇപ്പോൾ ഉടമ്പടി എടുക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അവർക്ക് നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള വചനങ്ങളില്ലേ, അതെല്ലാം വാഗ്ദാനങ്ങളാണ്. 32:8 വായിച്ചോളൂ. സങ്കീർത്തനം. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. ഞാൻ നിന്നെ ഉപദേശിക്കാം എന്ന് പറഞ്ഞ ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ദുർഘട ഘട്ടത്തിൽ പെട്ടുപോയാലേ പെട്ടെന്ന് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് വരേണ്ട വഴികൾ ദൈവം ഓൺ ദി സ്പോട്ടിൽ വെളിപ്പെടുത്തും. അങ്ങനെയാണ് ഈ അടയാളങ്ങൾ ഉണ്ടാകുന്നത്. ഓൺ ദി സ്പോട്ടിൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ വെളിപ്പെടുത്തുന്നത്? അത് ഓൾറെഡി പ്രോമിസിൻ്റെ ഭാഗമാണ്. ഉടമ്പടി വർക്ക് ചെയ്യണത് പ്രോമിസിലാണ്. ദൈവം നൽകിയിട്ടുള്ള 8552 പ്രോമിസുകളുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ. ആ വാഗ്ദാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഉടമ്പടി വർക്ക് ചെയ്യണത്. അപ്പോൾ അതിൽ ഒരു പ്രോമിസാണിത്. എന്താണ്? നീ വഴിമുട്ടിപ്പോയാലേ നീ നടക്കേണ്ട വഴി നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറയും. അപ്പോൾ ദൈവം അതിൻ്റെ വഴികൾ പറഞ്ഞു തരും. ഇപ്പോൾ ചില ആൾക്കാർ പറയത്തില്ലേ, സ്വപ്നം കണ്ടു, മാതാവിനെ സ്വപ്നം കണ്ടു എന്ന് പറയും, അല്ലെങ്കിൽ ഈശോയെ സ്വപ്നം കണ്ടു എന്ന് പറയും. ബട്ട് ഡിവൈഡ് ഓഫ് എനി ഇൻ്റേണൽ പ്രഷർ, മറ്റു തരത്തിലുള്ള അസോസിയേഷൻ, അസിമിലേഷൻ പോലെയുള്ള കാരണങ്ങളില്ലാതെ തന്നെ കേവലമായ രീതിയിൽ നിലച്ചറിയാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദൈവിക മേഖലകളിലേക്ക് നമ്മൾ അന്തർദർശനം ചെയ്യുന്ന സ്വപ്നവും ദർശനവുമൊക്കെ ബൈബിളിലെ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. ഇല്ലേ? നമുക്ക് വാഗ്ദാനം തന്നതാണ്. നിങ്ങളുടെ പിതാക്കന്മാർ സ്വപ്നങ്ങൾ കാണും. ജോയേലിൻ്റെ 2:28. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. മഹത്വം ആരാധന. ജോയേൽ 2:28 വായിച്ചോളൂ. അന്ന് ഇങ്ങനെ സംഭവിക്കും. അന്നിങ്ങനെ സംഭവിക്കും. എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാവും. അപ്പോൾ സ്വപ്നങ്ങളും ദർശനങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളുടെ ഭാഗമാണ്. അത് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ പല ആൾക്കാരും പെട്ടെന്ന് ആ ഒരു ഡിവൈൻ മെല്യൂവിലേക്ക് അങ്ങോട്ട് വരും. നിങ്ങൾക്കറിയാമല്ല, കരിസ്മാറ്റിക് ഫോർമാറ്റ് അനുസരിച്ച് കൊണ്ട് അങ്ങനെ ഒരു മേഖലയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കുറേ പടികളുണ്ട്. പ്രാരംഭ ധ്യാനം, വളർച്ചാ ധ്യാനം, അതിനുശേഷം ആന്തരിക സൗഖ്യ ധ്യാനം, അതിനുശേഷം പ്രാർത്ഥനാനുഭവ ധ്യാനം, 5ാമത്തെ ഘട്ടത്തിൽ വരദാനങ്ങളുടെ ധ്യാനം, കൗൺസിലിംഗ് കോഴ്സ്. ഇത്രയും സംഭവങ്ങളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ പൂർണ്ണമായിട്ട് ഒരു ഡിവൈൻ മെരിയിലേക്ക് ഒരു വ്യക്തി എത്തിച്ചേരുന്നത്. പക്ഷേ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ സത്യസന്ധമാണെങ്കിൽ, അത് പൂർണ്ണമായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളുടെ സ്വപ്നങ്ങളും ദർശനങ്ങളും അത് നീ നടക്കേണ്ട വഴിയായി
നിൻ്റെ മുഖത്ത് നോക്കിയുള്ള ഉപദേശമായി സങ്കീർത്തനം 8:32 ആയിട്ടും ജോയേൽ 2:28 ആയിട്ടും പെട്ടെന്ന് നിങ്ങൾ ദൈവിക മേഖലയിലേക്ക് കടന്നു ചെല്ലണത് അനേകായിരങ്ങൾ ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഉടമ്പടി മച്ച് മോർ ദാൻ ദാറ്റ് എന്ന്. അപ്പം അതാണ് പക്വത എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് നമ്മളെ ആധ്യാത്മികതയിൽ ഈടുവെപ്പുള്ളവരായിട്ട് വളർത്തണം. ഈടുവെപ്പുള്ള അതെന്തുമാത്രം ആധ്യാത്മികത ഈടുവെപ്പ് എന്ന് പറയുമ്പോഴേ സ്വാഭാവികമായിട്ടും നിങ്ങളെ കാണുന്ന ചില മൈന്യൂട്ടായിട്ടുള്ള ചില അടയാളങ്ങൾക്ക് അപ്പുറത്ത് അതിൻ്റെ ഒരു കാലം അങ്ങ് കഴിഞ്ഞു, എത്രയോ കാലം മുമ്പ് കഴിഞ്ഞു. നമ്മളെന്തിനാണ് പിന്നെയും പിന്നോട്ട് പോകണത്? ആധ്യാത്മികതയെ പിന്നോട്ടടിക്കരുത്, നമ്മൾ മുന്നോട്ടാണ് പോകേണ്ടത്. മുന്നോട്ട് പോകുമ്പോഴേ എന്താ സംഭവിക്കണത്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം പറഞ്ഞേ, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നു. നമ്മൾ അതാണ് മുന്നോട്ടുള്ള പോക്കിൽ വരണത്. എന്താ വേണ്ടത് നമുക്ക്? കൃപയ്ക്ക് മേൽ കൃപ, ഗ്രേസ് അപ്പോൺ ഗ്രേസ്. അതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായം 16-17. ശ്രുതികട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 1:16. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ കൃപയ്ക്ക് മേൽ കൃപ, ഗ്രേസ് മാത്രമല്ല, അപ്പോൺ ഗ്രേസ് ആണ്. ഗ്രേസ് അപ്പോൺ ഗ്രേസ്. ഈ അപ്പോൺ ഗ്രേസ് ആണ് ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത്. അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. കാര്യം മാതാവിൻ്റെ കൃപയിൽ പോലും ഹി വാസ് നോട്ട് ദാറ്റ് സാറ്റിസ്ഫൈഡ്. മാലാഖ അമ്മയോട് പറഞ്ഞ എന്താണ്? 2:28 ലുക്ക 2:28 മാലാഖ അമ്മയോട് എന്താ പറയണത്? ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, കൃപ നിറഞ്ഞവളെ സ്വസ്തി. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് സ്വാഭാവികമായിട്ട് ദൈവ വചനപ്രകാരം ജീവിക്കുമ്പോൾ എത്തിച്ചേരാൻ സാധ്യതയുള്ള ഒരു നിലവാരമാണ് കൃപയുടെ നിറവെന്ന് പറയണത്. പക്ഷേ ദൈവം അവിടെ വെച്ച് ആ കൃപയുടെ പാഠം അവസാനിപ്പിക്കണില്ല. കൃപയുടെ പാഠം അവിടെ വെച്ച് അവസാനിപ്പിക്കണില്ല. അതായത് വീണ്ടും നമുക്ക് ഒരു വിശ്വാസിയുടെ സാധ്യത, ഒരു ക്രിസ്തു വിശ്വാസിയുടെ സാധ്യത എന്ന് പറയണത് അതുക്കും മേലെയാണ്. എന്താണ്? ആ ഫുൾ ഓഫ് ഗ്രേസിൻ്റെ അപ്പുറത്തുണ്ട്. എന്താ ഉള്ളത്? ഗ്രേസ് അപ്പോൺ ഗ്രേസ്, കൃപയ്ക്ക് മേൽ കൃപ. ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത് അതാണ്. അതായത് ആർജിത കൃപ, സാധാരണയുള്ള കുദാശികളിലൂടെ നമുക്ക് ലഭിക്കുന്ന സക്രമെൻ്റൽ ഗ്രേസ്, കൗദാശിക വരപ്രസാദം. ആ കൗദാശിക വരപ്രസാദം ഒരു വ്യക്തി സ്വീകരിച്ചിട്ട് ആ മുതൽ മുടക്കിൽ അവൻ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന കൃപയാണ് അപ്പോൺ ഗ്രേസ്, മേൽകൃപ. ഈ മേൽകൃപയിലേക്കാണ് ഒരു വിശ്വാസി ഒരു ആധ്യാത്മികമായ യാത്ര നടത്തുന്നത്. ഇതാണ് വിശ്വാസത്തിൻ്റെ ബാല്യപാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാമെന്ന് സെൻറ്റ് പോൾ പറയണത്. സെൻറ്റ് പോൾ അങ്ങനെ പറയാൻ കാരണം അങ്ങനെയാണ് കൃപയെക്കുറിച്ച് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ അൾസറിൻ്റെ വലിയ ഒരു വേദന കാലഘട്ടങ്ങളിലും സമയത്ത് ഭക്ഷണം ആരും ഇല്ലാഞ്ഞ സമയത്ത് പട്ടിണി നിന്ന് സുവിശേഷ വേലയ്ക്ക് മുടക്കം വരാതെ ജീവിച്ചപ്പോൾ ഉണ്ടായ അൾസറിൻ്റെ ഭാഗമായിട്ട് വന്ന കുടൽ കരിച്ചിൽ, അതിൽ നിന്ന് ആ വേദന മാറാൻ വേണ്ടി, വയറിൽ സൂചി കൊണ്ട് കുത്തണ വേദന മാറാൻ വേണ്ടി അദ്ദേഹം കണ്ണീരോടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പല പ്രാവശ്യം പ്രാർത്ഥിച്ചു. കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. അപ്പം അത്രയും വേദനയാണെന്ന് അർത്ഥം. അപ്പോൾ കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, ഈ കണ്ണീരോടെ നീ പ്രാർത്ഥിക്കുന്നില്ലേ, ഈ കണ്ണീരിൽ ഞാനൊരു നിധി വെച്ചിട്ടുണ്ട്. എന്താണത്? മൈ ഗ്രേസ് ഇസ് സഫിഷ്യൻറ്റ് ഫോർ യു. 2:9 അല്ലേ, 2 കൊറിന്ത്യൻസ് 12:9 വായിച്ചോളൂ. ശ്രുതികട്ടെ ഹല്ലേലൂയ. എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു എന്ന് പറഞ്ഞ, എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു, നിനക്ക് എന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. അപ്പോഴവിടെ ഒരു ഭയങ്കരമായിട്ടുള്ള വേർഡ് ടെസ്റ്റിംഗ് ഉണ്ട്. 2 കൊറിന്ത്യൻസിൻ്റെ 12:9
എന്താണ് മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. അവിടെയാണ് ഗ്രേസിനെ കുറിച്ച് ബൈബിൾ വളരെ വ്യക്തമായ വെളിപാട് നൽകുന്നത്. എന്താണ് മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു? അതായത് നമുക്ക് ഈ ഭൂമിയിൽ, ഈ മനുഷ്യാവസ്ഥയിൽ എല്ലാം മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നം ഒന്നും സഫിഷ്യൻ്റ് അല്ല എന്നുള്ളൊരു മാനസിക അവസ്ഥയാണുള്ളത്. പക്ഷേ ഗ്രേസ് ലഭിച്ചു കഴിയുമ്പോൾ ഗ്രേസ് എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? 2 Corinthians 12:9 ഗ്രേസ് എന്താണെന്ന് പറയുന്നുണ്ട്. എന്താ? കൃപ എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി. അപ്പോൾ ശക്തിയാണ് കൃപയെന്ന് പറയുന്നത്. പവർ ആൻഡ് പേഴ്സൺ ആയിട്ടാണ് ബൈബിള് ഈ വിഷയം അവതരിപ്പിക്കുന്നത്. നമ്മൾ ചില ആൾക്കാർ പറയത്തില്ലേ സാക്ഷ്യം, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ അരുൺ കുമ്പനാട്, അദ്ദേഹത്തിൻ്റെ ഒരു സാക്ഷ്യം, അക്രൈസ്തവനാണ്, എൻജിനീയറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യമാണ് ഇപ്പോൾ കത്തി നിൽക്കുന്നത്. 3 ദിവസം കൊണ്ട് 85,000 പേരോളം ആ സാക്ഷ്യം കണ്ട്. അദ്ദേഹം അതിൽ പറയുന്ന കാര്യം, കണ്ണീരിൻ്റെ വലിയൊരു കാലം എനിക്കും എൻ്റെ അപ്പായ്ക്കും അമ്മയ്ക്കും ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തെല്ലാം ദൈവം ഞങ്ങളെ നയിച്ചു. കർത്താവിൻ്റെ സാന്നിധ്യം വല്ലാണ്ട് അനുഭവിക്കുന്നുണ്ടായിരുന്നെന്ന്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷെ അത് ഭയങ്കര രസമാണ് കേൾക്കാൻ. നിങ്ങളൊരിക്കലും ഹൃദയം കൊണ്ട് ബുദ്ധി കൊണ്ട് ചിന്തിക്കരുത്, ദൈവത്തെ ഹൃദയം കൊണ്ട് ചിന്തിക്കണം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതല്ല, അതായത് ചുമ്മാ അല്ല, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പ്ലേസ്മെൻ്റാണ് അവിടെ. കാര്യങ്ങളെ അദ്ദേഹം അനുഭവിച്ച ദൈവത്തെ അദ്ദേഹം പ്ലേസ് ചെയ്യാൻ. പക്ഷേ നന്നായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയണത്, കണ്ണീരിൻ്റെ കാലത്ത് വല്ലാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ദൈവം 2 തരത്തിലാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഒന്ന് പേഴ്സണായിട്ട്, ബൈ പേഴ്സൺ. രണ്ടാമത്തത് പവറായിട്ട്. ബൈബിൾ എപ്പോഴും അവതരിപ്പിക്കുന്നത്, നിങ്ങളെപ്പോഴും പ്രെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് നമുക്ക് വേണേൽ ഒരു ഫങ്ഷൻ. നിങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്നറിയാവോ? ചിലർക്ക് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഉടമ്പടിയിൽ വരുന്ന ഹോം വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? രോഗികളെ പോയി കാണുന്നു, കൃപാസന പത്രം കൊടുക്കുന്നു, പ്രാർത്ഥിച്ച് കൊടുക്കുന്നു, കർത്താവിനെ അറിയിക്കുന്നു, അറിഞ്ഞവരെ ആഴപ്പെടുത്തുന്നു, വസ്ത്രമില്ലാത്തവർക്ക് നിങ്ങൾ വസ്ത്രം കൊടുക്കുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ചെയ്യുമ്പോഴുണ്ടാകുന്നൊരു ഒരു പ്രശ്നമുണ്ട്. ഇതെല്ലാം ഉദ്ദേശം വെക്കുന്ന ഒരു ഉദ്ദേശമുണ്ട്. എന്താണ് ഉദ്ദേശം? ഇതൊരു ഫങ്ഷനല്ല, പിന്നെന്താണ്? ഒരു മിഷനാണ്. നിനക്ക് ഈശോനോട് സ്നേഹമുണ്ടെങ്കിൽ, ഈശോ പറഞ്ഞില്ലേ 13:35 യോഹന്നാന്റെ സുവിശേഷം, സ്തുതിക്കട്ടെ ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 13:35 തിരുവചനം, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഒന്ന് പറഞ്ഞാൽ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഈശോ പറഞ്ഞതാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തികൾ, കൃപാവര പ്രവൃത്തികളെല്ലാം ഒരു സ്നേഹത്തിൻ്റെ പ്രവൃത്തികളാണ്. നമ്മൾ ചെയ്യുന്ന കൃപ. അപ്പോൾ ആ സ്നേഹം ഉണ്ടെങ്കിലാണ് അത് മിഷനാകത്തുള്ളൂ. അല്ലാതെ ഉടമ്പടി എടുത്തതാണ് ശരി, അപ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം ശരി, അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെല്ലുമ്പോൾ അവർ പുതുക്കത്തില്ല ശരി, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു ശരി, അത് ഫങ്ഷൻ എന്ന് പറയാം. അതിന് ഫങ്ഷനിൽ കൃപ വർക്കൗട്ട് ചെയ്യത്തില്ല. അതാണ് ഒരു കുഴപ്പം. നിങ്ങൾ ഫങ്ഷനാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ കൃപ വർക്ക് ചെയ്യത്തില്ല. നമ്മൾ ചെയ്യേണ്ടത് മിഷനാണ് ചെയ്യണത്. മിഷൻ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ ഒരു വ്യക്തിയായി കണ്ട് സ്നേഹിച്ചിട്ട് ആ വ്യക്തിയുടെ വചനങ്ങൾ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. ആ വചനം വായിച്ച് സ്തുതിക്കട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 14:23,
എന്നെ സ്നേഹിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ദാറ്റ് മീൻസ് ഇത് പ്രസൻസിനെ കുറിച്ചാണ് പറയണത്. മനസ്സിലായില്ലേ? പ്രസൻസ്, അതായത് ക്രിസ്തുവിൽ ഒരു വ്യക്തി ആപത്തമാകുമ്പോഴേ ആ വ്യക്തിക്ക് ക്രിസ്തു പേഴ്സൺ ടു പേഴ്സൺ റിലേഷനിലേക്കായി കഴിയുമ്പോൾ, അത് സ്നേഹത്തിൻ്റെ ബേസിൽ ഒരു റിലേഷനിലേക്കായി കഴിയുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രസൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങും. ബൈബിളിലെ ഏറ്റവും വലിയ കോൺസെപ്റ്റാണ് പ്രസൻസ്. അത് നിങ്ങൾ ഉടമ്പടി എടുക്കുന്നവർ എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങളുടെ അൾട്ടിമേറ്റ് ഗ്രേസ് എന്ന് പറയുന്നത് പ്രസൻസാണ്. നിങ്ങൾക്ക് വീട് കിട്ടാൻ, ജോലി കിട്ടാം, അല്ലെങ്കിൽ രോഗങ്ങൾ സുഖപ്പെടാം, അതൊക്കെ പവറാണ് ശരിക്കും, പ്രസൻസ് അല്ല. പവർ ആൻഡ് പ്രസൻസ് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ബൈബിള് എപ്പോഴും അച്ഛൻ പറയണതാണ് 1 Corinthians 1:24 ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു, അല്ലേ? 1 Corinthians 1:24 ഒന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഒരേ സമയം തന്നെ പേഴ്സണാണ്, അതേസമയം ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമാണ്. നമ്മളെ അടയാളങ്ങൾ ഉണ്ടാക്കുന്നത് ശക്തിയാണ്. ശക്തി എമിറ്റ് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ 8:46 വിശുദ്ധ ലൂക്കാസ് വിശേഷം 8:46 എന്താ പറയണത്? ആ രക്തസ്രാവക്കാർ രോഗി സുഖപ്പെടുത്തുന്നത് എന്താണ്? എന്നിൽ നിന്ന് ശക്തി നിർഗളിച്ചിരിക്കുന്നു. അപ്പം നമ്മളിലേക്ക് വരണത് ശക്തിയായിട്ടാണ് വരണത്. ശക്തി വന്നാൽ ക്രിസ്തുവിനെ ശക്തിയായിട്ട് അനുഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സൗഖ്യം ഉണ്ടാകും. അല്ലെങ്കിൽ അത് ജീവിത മണ്ഡലങ്ങളിലാണ് അത് പ്രവർത്തിക്കണമെങ്കിൽ ബ്ലെസ്സിങ്സ്, ഫിസിക്കൽ ഫേവേഴ്സ് ഉണ്ടാകും. ആത്മാവിലാണ് പ്രവർത്തിക്കണമെങ്കിൽ ഗ്രേസ് ആയിട്ട് വർക്ക് ചെയ്ത് നിത്യജീവൻ ലഭിക്കും. ഇങ്ങനെ ക്രിസ്തു എല്ലാമാണ്. എല്ലാ ധ്യാനത്തിലും ഇത് അടിസ്ഥാനമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ക്രിസ്തു എല്ലാമാണ്. എല്ലാം, അതായത് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻ്റ് അല്ല ശരിക്കും. അതായത് ഒരു വ്യക്തിക്ക് ഇഹത്തിലും പരത്തിലും ആവശ്യമുള്ള എല്ലാത്തിൻ്റെയും ലാസ്റ്റ് വേർഡായിട്ടാണ് ക്രിസ്തു മനുഷ്യരാശി അനുഭവിച്ചിട്ടുള്ളത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ മണ്ഡലങ്ങളിലെയും സംതൃപ്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സംവിധാനം ക്രിസ്തുവിനെ എന്നിൽ അഭിഷേകമായി നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ശക്തിയായി അഭിഷേകമായി